പൊളിറ്റിക്സിന്റെ ഓണം എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ഷുവർ ആണ്, ഉറപ്പായിട്ട് ചോദിക്കും. മറ്റെവിടെയൊക്കെ നിങ്ങൾ പോകേണ്ട ഉറപ്പായ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ തന്നെ നിന്നോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തിട്ടോളൂ. പിന്നെ ലൈവ് ക്ലാസ്സുകൾ ഒന്നും മറക്കാതെ കണ്ടോളൂ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിന് എന്താണ് സാറ് ചോദിക്കാൻ ചാൻസ്? ഫസ്റ്റ് ചാപ്റ്ററിന് കുറച്ച് വൺ വേർഡ് നമുക്ക് നോക്കാം. കുറച്ച് വൺ വേർഡ് മക്കളെ, ഇതൊരു വീഡിയോ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഉണ്ടാവും, പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിരിക്കും. ഫൈൻഡ് ഔട്ട് ദി ലീഡർ ഓഫ് ഹു പ്ലേഡ് മേജർ റോൾ ഇൻ ദി ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്. ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന റോൾ വഹിച്ച വ്യക്തി ആരാണ്? ഇതിൽ ഓൾറെഡി അറിയാം നമുക്ക്. ഓപ്ഷൻ ഡി, സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി അടുത്തത്, ഫസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ ഹോൾഡ് എലക്ഷൻ ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസി. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഏത് സംസ്ഥാനത്താണ് നടന്നത്? എടാ, അത് മണിപ്പൂർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തത് എസ് എ 8 മാർക്ക്. എസ് എ 8 മാർക്ക്. അപ്പൊ ഈ ചാപ്റ്ററിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ചോദിച്ചത്? ഒന്ന്, നമ്മുടെ മേജർ ചലഞ്ചസ് ഇല്ല, നാഷൻ ബിൽഡിംഗ് പ്രോസസ്, രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? 3 ഇഷ്യൂകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹിന്ദുകൾ തന്നിട്ടുണ്ട്, ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പാർട്ടീഷൻ ആൻഡ് കോൺസിക്വൻസ്, ഇന്ത്യ വിഭജനവും പിന്നെ അതിന്റെ അനന്തരഫലങ്ങൾ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, സ്ത്രീകൾ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പിന്നെ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എക്സ്പ്ലെയിൻ ചെയ്യുക. റെക്കഗ്നൈസേഷൻ ഓഫ് സ്റ്റേറ്റ്, അല്ല റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്. ഞാൻ റെക്കഗ്നിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ മീനിങ് ആലോചിച്ച് നോക്കാം. ഓക്കെ, റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും, അതായത് സംസ്ഥാന പുനഃസംഘടന. റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാന പുനഃസംഘടന. ആ കാര്യങ്ങൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഈ 3 കാര്യങ്ങളാണ് നിങ്ങളോട് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. മാർക്ക് എത്ര? 8 മാർക്ക്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് കഴിഞ്ഞു. ഇതിന്റെ ആൻസറുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന്റെ ആൻസറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഇതിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, ഇതൊരു വൺ വേർഡ് ആണ്. ടു നാഷൻ തിയറി. ഏതായിരുന്നു മക്കളെ? ടു നാഷൻ തിയറി, ദ്വിരാഷ്ട്ര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? മുസ്ലിം ലീഗാണ്. ഓക്കെ ആണല്ലോ മക്കളെ. ഇനി ഇതുപോലത്തെ കുറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 അക്കൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് 2 ഫോളോ ചെയ്ത് ഇപ്പൊ തന്നെ വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിരിക്കും മക്കളെ, ഉപകാരം ഉണ്ടാവും നിങ്ങൾക്ക്. ചിലർ പറയല്ലേ ഉപകാരമില്ലെങ്കിലും വേണ്ടില്ല, ഉപദ്രവമില്ലാതെ മതി. മക്കൾ, ഇതിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവില്ല, ഉപകാരം മാത്രമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതിൽ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളെ 1 മിനിറ്റിൽ എത്ര മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ മതിയേ സാറേ എന്ന് പറയും, പക്ഷെ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും മാർക്ക് കാണുമ്പോൾ. അപ്പൊ ആ ഭാഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 4 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ആദ്യത്തെ ഫസ്റ്റ് 3 ഇലക്ഷനിലും, ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷനിലും കോൺഗ്രസ് പാർട്ടിയാണ് ആധിപത്യം ഉണ്ടാകുന്നത്. അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ, ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇതവിടെ കണ്ടോ? അവിടെ ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പൊളിറ്റിക്സ് ഓഫ് പ്ലാന്റ് ഡെവലപ്മെന്റ്. പൊളിറ്റിക്സ് ഓഫ് പ്ലാന്റ് ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. അതിൽ നിങ്ങൾ നോക്കേണ്ടതാ, ഒന്ന്, ഇന്ത്യയിലെ പാൽക്കാരൻ, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? വർഗീസ് കുര്യൻ. ഓപ്പറേഷൻ ഫ്ലഡിന്റെതും വർഗീസ് കുര്യൻ. ഓക്കെ, റൈറ്റ് ദി പ്രോഗ്രാം വിച്ച് ഇന്ത്യ അഡോപ്റ്റഡ് ടു റിസോൾവ് ദി ഫുഡ് ക്രൈസിസ് 1960. മക്കളെ, 1960 ഫുഡ് ക്രൈസിസ്, അതായത് ഭക്ഷ്യക്ഷാമം പ്രശ്നങ്ങൾ ഉണ്ടായി, ഫുഡ് ക്രൈസിസ് ഉണ്ടായി, പ്രതിസന്ധി ഉണ്ടായി. അതിനെ തരണം ചെയ്യാൻ വേണ്ടി വന്ന ഒരു സൊല്യൂഷൻ എന്താ? ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. അതിന്റെ നെഗറ്റീവും പോസിറ്റീവും എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 5 മാർക്കിനാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഗ്രീൻ റവല്യൂഷന്റെ കാര്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി അടുത്ത് 3 മാർക്കിന് ചോദിച്ചാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻസും സെക്കൻഡ് 5 ഇയർ പ്ലാൻസും നിർബന്ധമായിട്ട് പഠിക്കുക. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻസും സെക്കൻഡ് 5 ഇയർ പ്ലാൻസും, 1ാം പഞ്ചവത്സര പദ്ധതിയും 2ാം പഞ്ചവത്സര പദ്ധതിയും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി ഇന്ത്യ എക്സ്റ്റേണൽ റിലേഷൻ, വിദേശ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നെഹ്റൂസ് ഫോറിൻ പോളിസി. മക്കളെ, 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 3 പ്രധാനപ്പെട്ട ലക്ഷ്യം, നെഹ്റുവിന്റെ വിദേശ നയത്തിന്റെ ഏതെങ്കിലും 3 ലക്ഷ്യങ്ങൾ, അതൊരു 4-5 ഉണ്ട്, അതങ്ങോട്ട് പഠിച്ചു വെക്കാം. അതാണ് 3 അവിടെ ഞാൻ തന്നിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഓക്കെ, ഇനി അടുത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പൊ എന്റെ മക്കളെ ഇവിടെ തന്നെ ഒരു സംഭവം ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഇത്. എന്നാലും ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കട്ടാ. നോൺ അലൈൻഡ് മൂവ്മെന്റ്, ഇതും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ വിട്ടുപോയതാണ്, ചൈന ഇന്ത്യയുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ, അതും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടുള്ള. ഇനി അടുത്ത് ഇത് മാത്രം പഠിച്ചു പോയാൽ മതി കേട്ടോ, ഇത് പഠിച്ച നിർബന്ധമാണ്, ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇനി അടുത്തത്, ഓക്കെ, 5ാമത്തെ ചാപ്റ്റർ നോക്കി കഴിഞ്ഞാൽ 4 മാർക്കിൽ ചോദിക്കുന്നുള്ള 1969 കോൺഗ്രസ് പിളർപ്പിലേക്ക്, കോൺഗ്രസിന്റെ സ്പ്ലിറ്റ് കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ആയതിനേക്കുള്ള നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ സിൻഡിക്കേറ്റ് എന്നുള്ള സംഭവങ്ങൾ ഇന്ദിരാഗാന്ധിയും പിന്നെ നീലം സഞ്ജീവ് റെഡ്ഡിയും വി ഗിരിയെ പറ്റിയിട്ടൊക്കെ പറയുന്നില്ലേ, ആ കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നാൽ കേട്ടോ. ഇനി ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ, അതിൽ നോക്കേണ്ടത് ടോട്ടൽ റെവല്യൂഷൻ ആരാണ്? ജയപ്രകാശ് നാരായൺ, അല്ലെങ്കിൽ സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത്. ക്രിട്ടിക്കലി അനലൈസ് ദ കോൺസിക്വൻസ് ഓഫ് നാഷണൽ എമർജൻസി ഓഫ് 1975.
1975 ദേശീയ അടിയന്തരാവസ്ഥയുടെ അനന്തര ഫലങ്ങൾ വിമർശനം. അതായത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് അതൊരു ക്രിറ്റിസൈസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിന്റെ ഇതാണ് സംഭവങ്ങൾ കേട്ടോ. ഇനി അടുത്തത് മക്കൾ ഇത് ഒരു 8 മാർക്കാണ്, എസ് ആണ്. എന്താ സംഭവം? എക്സ്പ്ലെയിൻ ദി കോസസ് ഓഫ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ഇൻ ഇന്ത്യ 1975. മക്കൾ ഇതാണ് കാരണങ്ങൾ. അതായത് 1975 ഡിക്ലറേഷൻ ഓഫ് എമർജൻസി, അടിയന്തരാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതാണ്. ഈ 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ ടേബിൾ ഉണ്ട്, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഒന്ന്, എക്കണോമിക് കോണ്ടെക്സ്റ്റ്, സാമ്പത്തിക പശ്ചാത്തലം എന്തൊക്കെ, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെ, രാഷ്ട്രീയ സാഹചര്യം എന്തൊക്കെയാണ്, ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, പിന്നെ റെയിൽവേ സ്ട്രൈക്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, റെയിൽവേ സമരങ്ങളും ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ആരാണ്, ഫക്രുദ്ദീൻ അലിയാണ് എന്ത് ചെയ്യുന്നത്, ഈ അന്നത്തെ രാഷ്ട്രപതിയായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഇത് പ്രഖ്യാപിച്ചത് കേട്ടോ. ഓക്കെ, അതും എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണല്ലോ. പിന്നെ ഇനി 7ാമത്തെ ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു സംഭവം ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക. ആന്റി അറാക്ക് മൂവ്മെന്റിന്റെ കാര്യങ്ങളും പിന്നെ നർമ്മദ ബച്ചാവോ ആന്തോളന്റെ കാര്യങ്ങളുമാണ് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കി വെക്കേണ്ടത് കേട്ടോ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇത്രയാണ് നമുക്ക് ഇതിലെ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 40 മാർക്കിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു 35 മാർക്കും മേലൊക്കെ ഉറപ്പായിട്ടും വാങ്ങാൻ പറ്റും. സെറ്റ് അല്ലേ? സെറ്റ്.